എറണാകുളം റവന്യൂ ടവറിൽ ഹൌസിംഗ് ബോർഡിന് കീഴിലുള്ള കരാർ ജീവനക്കാരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായി പരാതി. വേതന വർധനവ് ആവശ്യപ്പെട്ട നവകേരള സദസ്സിൽ പരാതി നൽകിയതിന് പിന്നാലെയാണ് നടപടിയെന്നാണ് ആരോപണം. എന്നാൽ കരാർ ഒഴിവാക്കി ദിവസവേതനം നടപ്പിലാക്കുകയാണ് ചെയ്തതെന്നാണ് അധികൃതരുടെ വിശദീകരണം. എറണാകുളം ബോഡ്ജറ്റിൽ പ്രവർത്തിക്കുന്ന റവന്യൂ ടവറിൽ സ്ത്രീകളടക്കം 12 പേരാണ് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നത്. സെക്യൂരിറ്റി, ഇലക്ട്രീഷ്യൻ, ലിഫ്റ്റ് ഓപ്പറേറ്റർ, ക്ലീനിംഗ് എന്നീ വിഭാഗങ്ങളിലായി 9,000 മുതൽ 15,000 രൂപ വരെയാണ് ഇവർക്ക് ശരാശരി ശമ്പളം. മറ്റ് ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കില്ല. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് നവകേരള സദസ്സിൽ പരാതി നൽകിയത്. ഇതിനുശേഷമാണ് ഇവരെ കരാറിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം തുടങ്ങിയത്. ഞങ്ങൾക്ക് നിലവിൽ 9,000 രൂപയാണ് ഞങ്ങൾക്ക് സാലറി ഉള്ളത്. അപ്പം ഞങ്ങൾക്ക് അതൊന്ന് കൂട്ടിത്തരാൻ വേണ്ടി ഞങ്ങളിവിടെ പരാതിയൊക്കെ ഓരോരുത്തർക്ക് അപേക്ഷ കൊടുത്തു. ഓരോരുത്തർക്കൊക്കെ അത് കിട്ടാഞ്ഞുകൊണ്ട് ഞങ്ങൾ നവകേരള സദസ്സിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളത് കാരണം ഞങ്ങളുടെ എഗ്രിമെന്റ് പുതുക്കിയിട്ടില്ല. അപ്പം അത് കാരണം ഇനിയുള്ള ദിവസങ്ങൾ അവധി ദിവസങ്ങളിലൊന്നും പൈസ തരുമില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് കാരണം ഞങ്ങളെ 9,000 നിന്ന് കുറഞ്ഞ് 7,000, 6,500 വരും. അതുകൊണ്ടൊന്നും നമുക്ക് നടക്കില്ലല്ലോ. ആദ്യം ഏജൻസി മുഖാന്തരമാണ് നമ്മൾ ജോലിക്ക് നിന്നിരുന്നത്. അപ്പോൾ PF, ESA ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയിട്ടാണ് ഞങ്ങൾ നേരിട്ട് ആവശ്യമ്പോൾ എടുത്ത സമയത്ത് പറഞ്ഞു 1 വർഷം കഴിയുമ്പോൾ സാലറി കൂട്ടിത്തരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ 1 വർഷം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അപേക്ഷ കൊടുത്തു, ഇത് കൂട്ടിത്തരണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിനൊന്നും ഒരു മറുപടിയും കാണാനിട്ടാണ് നവകേരള സദസ്സിലേക്ക് പോയത്. അതിനുശേഷം അവർക്ക്, അതായത് ഇവർ മുകളിലേക്ക് അയച്ചു, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കാണിച്ചില്ല. നമ്മൾ എക്സിക്യൂട്ടീവ് പരാതി കൊടുക്കുന്നവർ കാണിച്ചില്ല. മുകളിലുള്ളവർക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വന്നു. ആദ്യം ഇവർ മന്ത്രിതലത്തിലേക്കാണ് പരാതിയും കൊണ്ട് പോയെന്നുള്ള രീതിയിലാണ് അവർ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ. പക്ഷെ ഇത് നമ്മൾ താഴെ തട്ടിലൊക്കെ കൊടുത്തെന്നുള്ളത് മുകളിലുള്ളവരാരും അറിഞ്ഞിട്ട് പോലും ഇല്ല. കരാർ അവസാനിച്ചവരെ ഒഴിവാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ചിലരെ ദിവസവേതനത്തിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. തൊഴിലാളികളെ ഒഴിവാക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോയാൽ നേരിടാനാണ് CPI നേതൃത്വം നൽകുന്ന യൂണിയന്റെ തീരുമാനം. ഇനിയിപ്പോ നമ്മള് യൂണിയൻ എന്നുള്ള നിലയിൽ യൂണിയൻ ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അത് വകുപ്പ് മന്ത്രിയുടെയും അതോടൊപ്പം തന്നെ ചെയർമാന്റെയും ഒക്കെ ശ്രദ്ധയിൽ നിരവധി തവണ ഇവിടുത്തെ പാർട്ടിയും യൂണിയൻ നേതൃത്വമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ ചില തെറ്റിദ്ധാരണപരമായ ചില കാരണങ്ങൾ ഈ തൊഴിലാളികൾ ഇവിടെ പൊതുവായി പണിയെടുക്കുന്ന രംഗത്തും അതുപോലെ അവരെ അനുസരിക്കുന്ന രംഗത്തുമൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള പേര് പറഞ്ഞുകൊണ്ടാണ് മുഴുവൻ ആൾക്കാരെയും പിരിച്ചുവിടണമെന്നുള്ളൊരു പിടിവാശിയിൽ നിൽക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അപ്പോൾ അത് യൂണിയൻ നേതൃത്വം ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ തൊഴിലാളികളെ ദിവസവേതന കൂലിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായതെന്നും യാതൊരു രീതിയിലുള്ള പ്രതികാര നടപടിയും ഇല്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. News 18 കൊച്ചി.